ഡിഫറൻസിയേഷൻ്റെ പ്രൊഡക്റ്റ് റൂള് എപ്പോഴാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇനി കാണാം. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ കേസിലാണ്, അതായത് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ സൈൻ എക്സ് ഇങ്ങനെ വരുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷനാണ്. എക്സ് ഒരു ഫങ്ഷൻ, സൈൻ എക്സ് മറ്റൊരു ഫങ്ഷൻ. ഇതൊരു എക്സാമ്പിളാണ്. മറ്റൊരു എക്സാമ്പിൾ റൂട്ട് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. ഓക്കെ, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുന്നു. ഒരിക്കലും സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇതിൽ പെടില്ല, കാരണം സൈൻ എന്നുള്ള ഫങ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. സൈനിൻ്റെ ആംഗിളായിട്ടാണ് എക്സ് സ്ക്വയർ വരുന്നത്. അതുപോലെ ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3 ഇതൊന്നും പ്രൊഡക്റ്റ് റൂളിൽ വരുന്നതല്ലാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ബിക്കോസ് ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ വരുന്നില്ല. ഇത് ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3 ആണ്. മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കേസിലാണ് പ്രൊഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യേണ്ടത്. ഇതൊരു എക്സാമ്പിളാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ ഇത് സൈൻ എക്സ് കഴിഞ്ഞിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നു, കോസ് എക്സിനോടുള്ളൊരു മൾട്ടിപ്ലിക്കേഷൻ വന്നു. അപ്പോൾ ഈ കേസുകളിലൊക്കെയാണ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. നോക്കാം എങ്ങനെയാണ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. എക്സാമ്പിൾ ഇട്ടിട്ട് തന്നെ കാണിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ് ഞാൻ എക്സാമ്പിൾ എടുക്കുന്നത്. ഇതിൽ സൈൻ എക്സിന് ഞാൻ ഒന്നാമത്തെ ഫങ്ഷനാക്കി ഐഡൻറ്റിഫൈ ചെയ്തു 1. കോസ് എക്സിന് രണ്ടാമത്തെ ഫങ്ഷനാക്കി ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, എങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യും? ആദ്യം ഒന്നാമത്തെ ഫങ്ഷൻ എഴുതണം. ഫസ്റ്റ് ഫങ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫങ്ഷൻ, അതായത് കോസ് എക്സ്. സൈൻ എക്സ് ഒന്നാമത്തെ ഫങ്ഷൻ, കോസ് എക്സ് രണ്ടാമത്തെ ഫങ്ഷൻ. ഇനി ഒരു അഡീഷൻ പ്ലസ് രണ്ടാമത്തെ ഫങ്ഷൻ എഴുതുക കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ആദ്യത്തെ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ 1 2 2 1 അങ്ങനെ വരിക. ഫസ്റ്റ് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫങ്ഷൻ പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫങ്ഷൻ. ഇതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആൻസർ എഴുതാം. ഇതുമാണ് ഡെറിവേറ്റീവ് കാണാനുള്ളത്. ഇതിനുള്ള ഫോർമുല നമ്മൾ ആദ്യം ഡിഫറൻസിയേഷൻ്റെ വീഡിയോ ഇട്ടതിൽ പറയുന്നുണ്ട്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എക്സ് ആണ്. അതുപോലെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അതുപോലെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആദ്യത്തെ സൈൻ എക്സ് ഇറക്കി എഴുതി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്നാൽ മൈനസ് സൈൻ എക്സ് ആണ്. ഈ പ്ലസ് ഇറക്കി എഴുതി കോസ് എക്സ് എഴുതി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, നടുവിലൊരു പ്ലസ് ആണ്. സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ സ്ക്വയർ എക്സ് എന്നാണ്. 2 സൈൻ എക്സ് ഉണ്ടല്ലോ. പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നാൽ കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, ഇനി ആ റൂള് ഞാനൊന്ന് പറയാം. ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്നുള്ള ഒരു എക്സിൻ്റെ ഫംഗ്ഷനും വി എന്നുള്ള വൈയുടെ ഫംഗ്ഷനുമാണെങ്കിൽ യു ഇൻറ്റു, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി, അതായത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു. ഇതിനെങ്ങനെ നമുക്ക് എഴുതാം? ഫസ്റ്റ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതാണ് പ്രൊഡക്റ്റ് റൂൾ. മറ്റൊരു എക്സാമ്പിൾ ഞാൻ ആദ്യം എഴുതിയ എക്സാമ്പിൾ എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഒന്നാമത്തെ ഫംഗ്ഷൻ എക്സ് ആയിട്ടും രണ്ടാമത്തെ ഫംഗ്ഷൻ സൈൻ എക്സ് ആയിട്ടും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം.
എക്സ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് ഇറക്കി എഴുതി സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്നാൽ 1 ആണ്. ഒന്നും കൂടെ എഴുതുമ്പോൾ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുക. മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ആണെന്ന് വിചാരിക്കുക. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനാണ് ഇ റേസ് ടു എക്സ്, സെക്കൻഡ് ഫംഗ്ഷനാണ് സൈൻ എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്. ഇതിൻ്റെ എല്ലാ ആൻസർ നമുക്കറിയാം. ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ് ആണ്. സൈൻ എക്സിൻ്റെ കോസ് എക്സ് ആണ് ഡെറിവേറ്റീവ്. ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ പ്ലസ് ഇറക്കി എഴുതി സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ്. ഇത്രയുമാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ആദ്യം വേണ്ടത് ഈ ഫോർമുലാസ് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിളിലേക്ക് കടന്നാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ രണ്ട് ഫംഗ്ഷനാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1, രണ്ടാമത്തത് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇതും ഇതുമാണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ നമുക്കറിയാം 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ആദ്യം തന്ന ഫോർമുലയിലുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 1 നമുക്ക് താഴേക്ക് ഇറക്കി എഴുതാം ഇൻറ്റു 1/x സ്ക്വയർ 1/1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇറക്കി എഴുതി ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 കാണണം. അത് അപ്പം തന്നെ എഴുതാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം മാറ്റി താഴേക്ക് എഴുതി നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ബേസിക് ഡിഫറൻസിയേഷൻ്റെ സെക്ഷനിൽ നമ്മൾ കണ്ടതാണ്. ഇതിലെന്താ ചെയ്യേണ്ടത്? ബേസിക് റൂൾസ് വെച്ചിട്ട് പ്ലസ് വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1. എക്സ് സ്ക്വയറിൻ്റെ 2x ആണ് പ്ലസ് 1ൻ്റെ 0. ആൻസർ 2x. ഈ 2x നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇവിടെ 2x. അപ്പോൾ ആൻസറായി. അപ്പോൾ എവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലയോ അവിടെ നിർത്തിയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുക, അത് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് റൂൾ ചെയ്യേണ്ടത്. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് പ്രൊഡക്റ്റ് റൂളിൽ, ഒത്തിരി നമ്മൾ ക്ലാസ്സിൽ ചെയ്തതുമാണ്. അപ്പോൾ നോട്ട് നോക്കിയിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഞാൻ കുറച്ച് പ്രോബ്ലംസ് കൂടെ കൊടുക്കാം. ഇത്രയും പ്രോബ്ലംസ് കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഈ പ്രോബ്ലംസിൽ 4ലും പ്രൊഡക്റ്റ് റൂൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോന്നിൻ്റെ ഫോർമുല ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകണം, അതും അപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി.